ശ്രീ പ്രിന്റു, താങ്കൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഏറ്റവും സ്വീകാര്യനായ ഗവർണറെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കൂടുതൽ സ്വീകാര്യനാകുന്ന കാഴ്ചയുമാണ് കണ്ടത്. കേരളത്തിൽ 4 കോടി ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടതുപക്ഷവും ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടക്കുന്ന സമരം അവരുടെ വാട്ടർലൂ ആണ്. ഒരു സംശയം വേണ്ട, കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ പിണറായി വിജയന്റെ കാലഘട്ടത്തിലെ ഗവർണറായിരുന്നു എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ SFI ന്യായീകരിക്കുന്ന സലീം അടൂർ സാർ, നിങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നരാധമ SFI സംഘം തരുമോ? ഞാനത് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാധിക്കുമോ? സാധിക്കില്ല. ഇത് നഗ്നമായ സത്യമാണ്. കുറേ വർഷങ്ങളായി, കുറേ കാലങ്ങളായി, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വലിയ പ്രബുദ്ധരായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലുള്ളതെന്ന്. നിങ്ങളിപ്പോൾ റാങ്കിങ് നോക്കൂ. 1980കളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് എന്ന് പറയുന്നത് ആദ്യത്തെ 10ലായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് നിങ്ങൾ ഇന്ന് നോക്കൂ, 90ലും 95ലും കിടക്കുകയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ. 1980കൾ മുതലാണ് കേരളത്തിൽ SFIയുടെ സമഗ്രാധിപത്യം യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകുന്നത്. അന്ന് മുതൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കണ്ടകശിനി തുടങ്ങി. ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ നിയാസ് സാർ പറഞ്ഞ പോലെ ഇവിടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. 15,000 20,000 പേരാണ് ഓരോ 3 മാസം കൂടുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളത്തിലെ ഈ സർക്കാർ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? നിങ്ങളുടെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ മന്ത്രിമാർക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും ജോലി കൊടുക്കാനുള്ള ഒരു സഹകരണ സ്ഥാപനമായിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രഖ്യാപനം ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ ആരിഫ് മുഹമ്മദ് നിങ്ങളുടെ ശത്രുവാകുന്നത്. ഞാൻ പറയട്ടെ, ജനാധിപത്യ രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം. അപ്പം ഞാൻ പറയട്ടെ, ഈ ജസ്റ്റിസ് സദാശിവം കേരളത്തിലെ ഗവർണറായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് അന്ന് സദാശിവമായിട്ട് ചില ഏറ്റുമുട്ടലുകൾ ABVPക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് സദാശിവത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരാണ് ഞങ്ങൾ. നരേന്ദ്രമോദി സർക്കാർ അപ്പോയിന്റ്മെന്റ് ചെയ്ത ആളാണല്ലോ സദാശിവം. ജനാധിപത്യ രീതിയിൽ സദാശിവത്തിനെതിരെ പ്രതികരിച്ച പ്രസ്ഥാനമായിരുന്നു ABVP. എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് എന്താ? സകലമായ പ്രോട്ടോക്കോളുകളെയും മാറ്റി ഗവർണറുടെ, ഇപ്പോൾ ഈ സലീം അടൂർ സാർ ഗവർണറുടെ പദവിയുടെ ആധികാരികതയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഗവർണറെ ഏതൊക്കെ രീതിയിൽ ഇവിടെ അപമാനിക്കാൻ ശ്രമിക്കുന്നു? പ്രോട്ടോകോൾ പ്രകാരം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പൈലറ്റ് വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഗവർണറുടെ കാറിന്റെ മുകളിലേക്ക് ഒരാൾക്ക് എടുത്തു ചാടി അതിനെ ആക്രമിച്ച് 75,000 രൂപയുടെ നഷ്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക? അത് സാധിക്കാനുള്ള കാരണം ആസൂത്രിതമായിട്ട് ഒരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യത്തിൽ നമ്മളുടെ പിണറായി വിജയനും ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും ഒന്നുമല്ല. 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള രവീന്ദ്രനും ശശിയും കൂടി ഇപ്പൊ ഗവർണർക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. അവരുടെ ഈ കുട്ടി പട്ടാളമായിട്ടാണ് SFI പ്രവർത്തിക്കുന്നത്. കാരണം ശശിയുടെയും ഈ 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള രവീന്ദ്രന്റെ ബുദ്ധി ഭരണഘടനയ്ക്ക് നിരക്കുന്ന ബുദ്ധിയാവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ജനാധിപത്യം വേണം. കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിൽ നിന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മോചിപ്പിക്കണം. ജനാധിപത്യ രീതിയിൽ എല്ലാ ആളുകൾക്കും പ്രാതിനിധ്യം യൂണിവേഴ്സിറ്റിക്കകത്ത് വരണം. അതിനുള്ള ജീവവായുവാണ്, അതിനുള്ള ആത്മവിശ്വാസമാണ്, അതിനുള്ള ആത്മാഭിമാനമാണ് ഇവിടെ നെഞ്ചുയർത്തി പിടിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. ആരിഫ് മുഹമ്മദ് ഖാൻ കൂടെ ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്, യാതൊരു സംശയവും വേണ്ട. ആ ജനതയുടെ